ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. മന്ത്രിമാരുടെ ഉദ്ഘാടനത്തിന് ഇരയായിട്ടുള്ള നിസ്സഹായരായ മൃഗങ്ങളിലേക്ക്. കേരളത്തിന്റെ അഭിമാനമായ തൃശൂർ മൃഗശാല, പഴയ കാഴ്ച ബംഗ്ലാവ്, പുതിയൊരു സ്ഥലത്തേക്ക് മാറുവാനുള്ള തയ്യാറെടുപ്പിൽ. തൃശൂർക്കാരുടെ ഒരു സ്വപ്നം. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്വപ്നത്തെക്കുറിച്ചല്ല, അവഗണനയുടെയും വൈകിപ്പിക്കലിന്റെയും വിലയായി ജീവൻ കൊടുത്ത മൃഗങ്ങളെക്കുറിച്ചാണ്. 1885 മുതൽ നൂറ്റാണ്ടിലേറെ കാലമായി തൃശൂരിലെ കാഴ്ച ബംഗ്ലാവ് മൃഗങ്ങളെ സംരക്ഷിച്ചും ആളുകളെ പഠിപ്പിച്ചും ഒരു പൈതൃകമാക്കി വളർന്നുവന്ന തൃശൂരിന്റെ അഭിമാനം. 13.5 ഏക്കറിൽ 50-ലധികം വിവിധ ജീവിവർഗങ്ങൾ, കടുവ, സിംഹം, കരടി, കുരങ്ങ്, സർപ്പം, പക്ഷികൾ. കേരളത്തിന്റെ കുട്ടികളുടെ ബാല്യകാല ഓർമ്മകളെക്കുറിച്ചാൽ തൃശൂർ സൂവിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. പക്ഷേ സ്ഥലം കുറവ്, പഴകിയ ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ ചേർന്നപ്പോൾ പുത്തൂർ എന്ന 336 ഏക്കർ വനഭൂമിയിൽ ഒരു മോഡേൺ വർഷങ്ങൾക്ക് മുൻപേ പുതിയ മൃഗശാല മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു. 2010 ജോലി തുടങ്ങി, 2013 സ്ഥാപകശില, 2021 ഭാഗിക ഉദ്ഘാടനം. പക്ഷേ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതിനു വേണ്ടി തീയതി പ്രഖ്യാപിച്ചത് 2025 ഒക്ടോബറിൽ. 15 വർഷം ഒരു മൃഗശാലയുടെ തുറക്കലിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്. എന്നിട്ടും മൃഗശാല തുറന്നുവോ? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും ഗവൺമെന്റിന്റെ മുഖം മിനുക്കാൻ പുതിയൊരു ഉദ്ഘാടനം. മുഖ്യമന്ത്രിയുടെ ആഘോഷമായ ഉദ്ഘാടനത്തിന് ശേഷം ഇപ്പോഴും പൊതുജനങ്ങൾക്ക് കാണുവാനുള്ള കാത്തിരിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഉദ്ഘാടന മാമാങ്കത്തിനു വേണ്ടി ബലികഴിക്കേണ്ടി വന്നത് പഴയ മൃഗശാലയിലെ മിണ്ടാപ്രാണികൾ. പുത്തൂർ സൂവിലെ ആദ്യമാസം തന്നെ പെസന്റുകൾ, ഔൾ, പിഗ് ഡിയർ തുടങ്ങി 10ഓളം മൃഗങ്ങൾ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ. എന്നിട്ട് നവംബർ 11-12, 2025 കേരളത്തെ ഞെട്ടിച്ച സംഭവം. അലയുന്ന നായ്ക്കൾ പുത്തൂർ സൂവിന്റെ വേലി കടന്നുകയറി. ഭീതിയിലോടിയ 10 കുരങ്ങാടുകൾ ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നു. ഇത് ആക്രമണം കൊണ്ട് മാത്രമല്ല, കണ്ടെത്തിയത് ക്യാപ്ചർ മയോപ്പതി, ഭയത്തിൽ നിന്നുള്ള മരണമാണ്. 10 ജീവങ്ങൾ, ഒരു രാത്രി, ഒരു വീഴ്ചയുടെ വില. ചോദ്യം ഇതാണ്: മതിൽ പൂർത്തിയായില്ല, വേലി ശരിയാക്കിയില്ല, സുരക്ഷാ പരിശോധനയിലെ വീഴ്ച. ഇതിന് ഉത്തരവാദികളാര്? അവരുടെ പേരിൽ എന്തെങ്കിലും നിയമ നടപടികളുണ്ടോ? ഉണ്ടാവാൻ വഴിയില്ല. അനാസ്ഥ ഗവൺമെന്റിന്റെ മുഖമൂടിയാണല്ലോ. ഇപ്പോൾ പറയുന്നത് പുതിയ മൃഗങ്ങൾ വിദേശത്തുനിന്നും വരുവാനുള്ള കാലതാമസം. പുതിയ സൂവിന്റെ ഒരു ഭാഗത്ത് പണി നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് കൂടുകൾ പഴകി ദ്രവിച്ച് നാശമാകുന്നു. ഇത് തുടർന്നുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ സർക്കാരല്ലേ നടത്തുന്നത്, ഉദ്യോഗസ്ഥന്മാരല്ലേ അതിനെ നിയന്ത്രിക്കുന്നത്. കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി. നിങ്ങൾ മനുഷ്യർക്ക് മനുഷ്യത്വം എവിടെ? പുത്തൂർ സൂ കേരളത്തിന്റെ വലിയ സ്വപ്നം. പക്ഷേ ഈ സ്വപ്നം മൃഗങ്ങളുടെ മരണമായി മാറാൻ പാടില്ല. ഉത്തരവാദപ്പെട്ടവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ.